ആഭരണങ്ങളില്ല, നെറ്റിയിൽ തിലകമില്ല. എന്റെ മാതാവ് എങ്ങനെ ഈ അവസ്ഥയിലായി? മാതേ, മാതേ, എന്താണിത്? മലരില്ല, മേനിയിൽ ആഭരണങ്ങളില്ല, ശോകമൂകമായി കിടക്കുന്നു. അയോധ്യയിലേക്ക് കടന്നപ്പോ തന്നെ നടുങ്ങിയ എന്റെ നെഞ്ച് ഇപ്പോ അവിടുത്തെ ഈ അവസ്ഥ കണ്ടപ്പോ പൊട്ടിത്തെറിക്കുമെന്നാണ് തോന്നുന്നത്. മാതേ, മാതേ, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മാതേ, നിന്റെ പിതാവ്. മാതേ, എന്റെ പിതാവ്. അയ്യോ, മാതേ, അയോധ്യയുടെ സിംഹാസനത്തെ അലങ്കരിച്ച എന്റെ പിതാവിന്റെ പൊന്നുടൽ സ്വന്തം ഉയിര് കൈവെടിഞ്ഞുവെന്നോ? അയ്യോ, മാതേ, മാതേ, എന്റെ പിതാവിന് എന്താ സംഭവിച്ചത്? നിന്റെ ജ്യേഷ്ഠൻ രാമൻ രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിനായി പുറപ്പെട്ടു. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടു പോയെന്നോ? അതെ, രാമനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത സീതയും ലക്ഷ്മണനും രാമനോടൊപ്പം തന്നെ പുറപ്പെട്ടു. അവരുടെ വേർപാട് താങ്ങാൻ കഴിയാതെയാണ് നിന്റെ പിതാവ്. പിതാവ്, എന്റെ പിതാവ്. മാതേ, മാതേ, അവർ മൂവരും വനത്തിലേക്ക് പോകാൻ എന്താ കാരണം? എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു പുത്ര. എന്താ? എന്റെ നന്മയ്ക്ക് വേണ്ടിയോ? അതെ, നിന്നെ എങ്ങനെയെങ്കിലും ഈ നാടിന്റെ രാജാവായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് മന്ദര, ഇല്ല ഇല്ല, ഞാൻ തന്നെയാ നിന്റെ പിതാവിനോട് നീ രാജ്യം ഭരിക്കാനും രാമൻ 14 വർഷത്തേക്ക് വനത്തിലേക്ക് പോകണമെന്നും വരം ചോദിച്ചു വാങ്ങിയതും എന്റെ ആഗ്രഹപ്രകാരം വരം പ്രദാനം ചെയ്ത നിന്റെ പിതാവ് രാമൻ വനത്തിലേക്ക് പോയല്ലോന്നോർത്ത് കണ്ണീരൊഴിച്ചതും തന്റെ ഉടലിനെ ഉപേക്ഷിച്ച് പിതാവേ, പരലോകം പൂകി പുത്ര. അയ്യോ, ഓഹോ, എന്റെ ജ്യേഷ്ഠൻ രാമൻ ജ്യേഷ്ഠത്തി സീതയോടും ജ്യേഷ്ഠൻ ലക്ഷ്മണനോടും ഒപ്പം വനവാസത്തിന് പോയതും എന്റെ പിതാവ് മൃത്യു വരിക്കാനുമുള്ള കാരണം അവിടുന്ന് എന്നെ രാജാവാക്കാൻ വരം ചോദിച്ചത് കൊണ്ടാണല്ലേ? അതെ മാതേ, അവിടുത്തെ ആഗ്രഹപ്രകാരം ഞാൻ ഭരണം ഏറ്റെടുത്താലും മൂത്തവന് തന്നെയാണ് പദവി എന്ന് പ്രജകൾ പറഞ്ഞാൽ എന്തു ചെയ്യും? നമ്മുടെ സേനാബലം കൊണ്ട് പ്രജകളെ അടക്കാൻ സാധിക്കും. അത് ശരിയാണ്. അധികാരം നമ്മുടെ കയ്യിലാണുള്ളത്. അതിരിക്കട്ടെ, എനിക്കും ഈ രാജപദവിയിൽ
പങ്കുണ്ട് എന്ന് അനുജൻ ശത്രുഘ്നൻ കൂടി വാദിച്ചാലോ? ഭരത, ശത്രുഘ്നൻ ഒരു മിണ്ടാപ്രാണിയാണ്. മാത്രവുമല്ല നിന്നോട് ഒരുപാട് സ്നേഹമുള്ളവനാണ്. അവന് നമ്മൾ മഹാമന്ത്രിപദം നൽകി ഒഴിവാക്കാം. അനുഭവജ്ഞാനിയായ സുമന്ത്രനുണ്ടല്ലോ. അയാളെ ആ പദവിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാം. അതെ, അനുഭവജ്ഞാനികളെ അടുത്തു തന്നെ നിർത്തിയാൽ അവരെപ്പോഴും നമുക്ക് ബുദ്ധി പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അതിലും നല്ലത് അവരെ തന്ത്രപരമായി നീക്കുന്നതാണ്. അതെ, അത് തന്നെയാണ് ഏറ്റവും നല്ല ബുദ്ധി. അതെ, ഇനി എനിക്ക് രാജാവാകാമല്ലോ അല്ലേ? എന്റെ വാക്കുകൾ അയോധ്യയുടെ ഓരോ മുക്കിലും മൂലയിലും നിയമമായി ബഹുമാനിക്കപ്പെടും അല്ലേ? ഭരത, ആ നല്ല ദിവസത്തിനു വേണ്ടിയാണ് പുത്ര ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മാതാവിന്റെ ആഗ്രഹം നിറവേറ്റാത്തവൻ മഹാപാപിയാണ്. അതുകൊണ്ട് പുറപ്പെട്ടോളൂ മാതേ. പട്ടാഭിഷേകത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം. പുത്ര, ഏർപ്പാടുകൾ ഇപ്പൊ തന്നെ ചെയ്യാം. എന്നാൽ പട്ടാഭിഷേകം നല്ല നാൾ കുറിച്ചതിനു ശേഷം നടത്താം. നിങ്ങൾ എന്റെ മാതാവാണോ? നീതിയെ സംരക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യനെ, അതും ഒരു നല്ല യോദ്ധാവിനെ വനവാസത്തിന് അയച്ചിട്ട് നിങ്ങളുടെ ദുരാഗ്രഹത്തിനു വേണ്ടി താലി ചാർത്തിയ പതിയെ ബലി കൊടുത്തിട്ട് നിൽക്കുന്നുവല്ലോ. നിങ്ങളൊരു മാതാവാണോ? ഇല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ പദവി, അധികാരം, അന്തസ് ഇവയിലൊക്കെ ദുരാഗ്രഹം പൂത്ത ഒരു പിശാചാണ്. പിശാചിനും മാതൃത്വമുണ്ട് പുത്ര. മാതൃത്വത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് ആൽമരം പോലെ തഴച്ച് അതിന്റെ ചുവട്ടിലെ ജീവജാലങ്ങൾക്ക് നിഴൽ കൊടുത്ത്, പക്ഷികൾക്ക് കൂട് കെട്ടാൻ ചില്ലകൾ കൊടുത്ത്, അവയ്ക്ക് ജീവിക്കാൻ തന്റെ തന്നെ ജീവൻ ദാനമായി കൊടുക്കുന്നതാണ് മാതേ മാതൃത്വം. അത്രയും വലിയ മഹാഗുണം എന്നിലില്ല എന്ന് നീ കരുതുന്നുണ്ടോ പുത്ര? തീർച്ചയായും. നിങ്ങൾ നിങ്ങളുടെ നിഴലിൽ ചേർന്നിരുന്നവന്റെ മീതെ വീണ മരമായി മാറി നിങ്ങളുടെ സ്വന്തം പുത്രന്റെ ജീവിതത്തിൽ പഴി, പാപം എന്നീ അഴുക്കുകളെ കൊണ്ടുവന്ന് ചേർത്ത് മലിനമാക്കിയതായി മാറി. ഇതാണ് ഒരു മാതാവിന്റെ ധർമ്മം. പുത്ര, ഞാൻ സംഭവിച്ചതെല്ലാം പറയാം, കേൾക്കൂ. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് കേൾക്കണ്ട. അയ്യോ, ഭരതന് നാടുവാഴാൻ രാമനെ 14 വർഷങ്ങൾ വനത്തിലേക്ക് അയച്ചു അവന്റെ മാതാവ് എന്നീ ലോകം പറയുന്ന സമയത്ത് ആ ചതിയിൽ ഭരതനും പങ്കുണ്ടെന്ന് എന്നെയും ചേർത്തല്ലേ അവർ പഴി പറയൂ. മകനെ പാലൂട്ടി വളർത്തിയിട്ട് ഇന്ന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ ബലിയാടാക്കിയില്ലേ? ശരി, ഞാനൊരു കുറ്റക്കാരിയായി തന്നെ ജീവിച്ചോളാം. എന്നാൽ ഇന്ന് രാജാവില്ലാത്ത അയോധ്യയിലെ രാജപീഠത്തെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? അതിന് രക്ഷിക്കേണ്ട ആളെ തന്നെയല്ലേ വനത്തിലേക്ക് പറഞ്ഞു വിട്ടത്? അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ ആ പദവിയോട് അത്രയധികം താല്പര്യം കാണിച്ചാൽ പോലും പ്രണയിനിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാമുകൻ, ഗുരുപത്നിയെ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ട ഉത്തമ ശിഷ്യൻ, അന്നം കൊടുത്ത വീട്ടിൽ തന്നെ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ തുനിഞ്ഞ അക്രമകാരി, ഇങ്ങനെയുള്ളവർക്ക് എത്രയും കൊടിയ നരകമാണോ സിദ്ധിക്കുന്നത്? അതുതന്നെ എനിക്കും സംഭവിക്കും. പുത്ര ഭരത, ഞാൻ വളരെ വലിയൊരു നന്മയുടെ ഭാഗമായിട്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഈ പദവി ചോദിച്ചത്. എന്നാൽ എന്റെ പ്രവൃത്തി നിന്റെ മനസ്സിനെ എത്രമാത്രമാണ് വേദനിപ്പിച്ചത്? അതിനുവേണ്ടി എന്നോട് ക്ഷമിക്കൂ പുത്ര. എന്നോട് ക്ഷമ ചോദിക്കരുത്. ഇക്ഷ്വാകു വംശത്തിന് തന്നെ തകർച്ചയുണ്ടാക്കാൻ കേകയ നാട്ടിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നില്ലേ? ജീവിതത്തിലും മനസ്സിലും നിങ്ങൾക്ക് വലിയ സ്ഥാനം തന്ന് തന്നെ പോലും മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചില്ലേ എന്റെ പിതാവ്? അദ്ദേഹത്തോട് പോയി മാപ്പ് ചോദിക്കേ. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുത്ര. അത് മാത്രമല്ല, ജന്മം നൽകിയ മാതാവിനെയും പ്രിയപ്പെട്ട അനുജന്മാരെയും വിട്ട് സ്വന്തം നാടും അർഹമായ പദവിയും ഉയർന്ന ജീവിതവും വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ആഗ്രഹം വിധിയായി കരുതി നിരപരാധിയായ ജ്യേഷ്ഠത്തിയോടും അനുജനോടുമൊപ്പം കാനനത്തിൽ അല്ലലേറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ? അദ്ദേഹത്തോട് പോയി ചോദിക്കും മാപ്പ്. ഞാൻ പോകുന്നു. അപ്പോ കൂടുതൽ ചിന്തിക്കണ്ട, അങ്ങനെ തന്നെ ചെയ്യാം.
ദേവന്മാർക്ക് അമൃത് ലഭിക്കാൻ പാലാഴി മദനം നടത്തിയില്ലയോ? അതേപോലെ അയോധ്യയിലെ രാജാവിന്റെ വാക്കിന്റെ ഫലമായി എല്ലാ പഴികളും എന്റെ മേൽ ചുമത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതറിയാതെ നീ കോപിച്ചുകൊണ്ട് പോകുന്നു. പോ പോ. നിന്നെക്കാളും ഞാൻ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ രാമനെ നഷ്ടപ്പെട്ട് മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചോളാം. അല്ലാതെ നിന്നെ പിരിയുന്നതിൽ എനിക്കെന്ത് ദുഃഖം. നിന്റെ രാമഭക്തി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. പുത്ര, നീ വിജയിച്ചു. നീ വിജയിച്ചു പുത്ര. രാമ, രാമ. ഭരത, രാമനെ പിരിഞ്ഞാലും ഞങ്ങൾക്ക് നീയുണ്ടല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു. നീയും തകർന്നു പോയാൽ ഞങ്ങളുടെ ജിജ്ഞാസകളെ ആരാണ് അകറ്റുക? മഹാമന്ത്രി, അങ്ങയുടെ ജിജ്ഞാസകൾക്കെല്ലാം ഞാനാണല്ലോ കാരണം. എനിക്കെങ്ങനെയാണ് അവ ദൂരീകരിക്കാൻ സാധിക്കുക? ഞാനില്ലായിരുന്നുവെങ്കിൽ ജ്യേഷ്ഠൻ രാമൻ വനത്തിലേക്ക് പോവില്ലായിരുന്നു. അയ്യോ, ഞാൻ പിറക്കാനേ പാടില്ലായിരുന്നു. ഭരത, അങ്ങയുടെ 3 പത്നിമാരിൽ മൂത്തവളായ കൗസല്യ ജന്മം നൽകിയ മൂത്തപുത്രൻ മേടമാസത്തിൽ ശുക്ലപക്ഷം നവമി തിഥിയിൽ ദേവേന്ദ്രനു ജന്മം നൽകിയ അതിഥി ദേവതയുടെ പുണർദം നക്ഷത്രത്തിൽ കടകലഗ്നത്തിൽ സർവ്വലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ ഒരു അംശമായി അവതരിച്ചിരിക്കുകയാണ്. നാളെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിന് നല്ല നാൾ കുറിച്ചു കൊടുത്തു വന്നിരിക്കുകയാണ്. ആ കാര്യത്തെപ്പറ്റിയാണ്. എന്ത്? നമ്മുടെ രാമന് നാളെ പട്ടാഭിഷേകമോ? അതെ. നല്ല കാര്യത്തിനല്ലേ നാള് കുറിച്ചു കൊടുത്തിരിക്കുന്നേ. അതിനെപ്പറ്റി എന്തിനാ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? നാളത്തെ പട്ടാഭിഷേകം ഭംഗിയായി തന്നെ നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭരത, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. വിധി ചെയ്ത കുറ്റത്തിന് നീ എങ്ങനെ തെറ്റുകാരനാകും? മാതാവ് കൈകേയിക്ക് എന്തു ചെയ്യാനാകും? നിന്റെ മാതാവിന്റെ ആഗ്രഹമനുസരിച്ച് സന്തോഷത്തോടെ ഭരണാധികാരം ഏറ്റെടുക്കൂ. എന്താ, ഭരണം ഞാൻ ഏറ്റെടുക്കണമെന്നോ? ഗുരുദേവ, ഇതുവരെ എനിക്ക് ലഭിച്ച പഴിയും ചെയ്ത പാപവും പോരാഞ്ഞിട്ടാണോ അങ്ങും ഇങ്ങനെ പറയുന്നത്? ഗുരുവേ, ഞാൻ ഇപ്പോൾ തന്നെ കാനനത്തിൽ പോയി ജ്യേഷ്ഠൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹത്തെ രാജാവായി കാണുന്നതുവരെ എന്റെ ഈ നേത്രങ്ങൾ അടയില്ല. ഭരത. ഗുരുദേവ, സുമന്ത്രരെ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും എന്റെ ജ്യേഷ്ഠനെ വനവാസത്തിന് അനുവദിച്ചുവല്ലോ. അതിലൂടെ എന്റെ പിതാവും ഇല്ലാതായില്ലേ? എനിക്ക് ജന്മം നൽകി ഇത്രയും വളർത്തിയിട്ട് അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ അരികിൽ പോലും എനിക്കിരിക്കാൻ സാധിക്കാതെ പോയല്ലോ. ഭരത, നീ എന്താ ഇങ്ങനെ കുട്ടികളെപ്പോലെ? ജീവിത ലക്ഷ്യമെന്തെന്നറിയുന്ന നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? മനോബലം കൈവിടരുത്. പിതാവിനു ചെയ്യേണ്ട അന്ത്യകർമ്മങ്ങൾ ചെയ്താലും. ഗുരുദേവ, എന്റെ പിതാവ് മൃത്യു വരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അർഹതയില്ലാത്തവനാണെന്ന് പറഞ്ഞതായി ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടുവല്ലോ. ഭരത, കോപവും ശോകവും മനുഷ്യമനസ്സിന് ഉലയ്ക്കുമ്പോൾ അവന്റെ അറിവ് നന്മയേത് തിന്മയേതെന്ന് തിരഞ്ഞെടുക്കാൻ കഷ്ടപ്പെടാറുണ്ട്. എല്ലാം കടന്നുവന്ന എന്റെ പൂർവികർക്കു തന്നെ അങ്ങനെ ഒരു സങ്കടം ഏർപ്പെടുമ്പോൾ ദശരഥൻ അതിനടിമയായതിലൊരു ആശ്ചര്യവുമില്ല. ആയതിനാൽ അവൻ കോപത്തിൽ പറഞ്ഞ വാക്കുകളെ സാരാംശമായി എടുക്കാതെ നീ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തു തീർക്ക്. അങ്ങനെ ആവട്ടെ ഗുരുദേവ. അങ്ങയുടെ വാക്കുകൾ ശിരസാ വഹിച്ച് എന്റെ പിതാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ. മഹാമന്ത്രി, കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ എന്റെ ജ്യേഷ്ഠനെ വനത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് പോകാൻ വേണ്ടി ഒരുക്കങ്ങൾ ചെയ്താലും. അങ്ങനെയാകട്ടെ ഭരത. അമ്മേ, അമ്മേ, വാ മനോരഞ്ജിനി. നിന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഭരതനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടിയമ്മേ.
രാജകുമാരൻ ഭരതൻ തന്റെ അനുജൻ ശത്രുഘ്നൊപ്പം വസിഷ്ഠൻ പിന്നെ മഹാമന്ത്രി സുമന്ത്രനോടൊപ്പം വനത്തിൽ ചെന്ന് ശ്രീരാമനെ നാട്ടിൽ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് എന്നെ പട്ടാഭിഷേകം നടത്താൻ പോവുകയാണ്. അത് ശരി. മുകളിൽ ഉദിച്ചുയർന്ന സൂര്യൻ അടുത്ത ദിവസം രാവിലെ കിഴക്കുതന്നെ ഉദിക്കണമെന്നതിലുപരി അതിനെ വീണ്ടും മുകളിൽ നിന്ന് വാ എന്ന് വിളിച്ചാൽ തിരികെ വരില്ലടി. അതുപോലെ തന്നെ പിതാവിന്റെ വാക്ക് പാലിക്കാൻ വനത്തിലേക്ക് പോയ സൂര്യകുലത്തിൽപ്പെട്ട രാമനും 14 വർഷങ്ങൾ കഴിഞ്ഞു മാത്രമേ നാട്ടിലേക്ക് മടങ്ങൂ എന്നല്ലാതെ ഭരതൻ ചെന്ന് വിളിച്ചാൽ തിരികെ വരില്ലടി. അതിരിക്കട്ടെ, രാമൻ വരില്ലെന്ന് പറഞ്ഞാൽ ഭരതൻ എന്താ ചെയ്യാൻ പോകുന്നേ? ശ്രീരാമചന്ദ്രമൂർത്തിയോടൊപ്പം തന്നെ കാട്ടിൽ വസിക്കുവാൻ ഭരതനും ശത്രുഘ്നും ഇവിടുന്ന് തന്നെ കാവിയാടകൾ ധരിച്ചു പോവുകയാണത്രേ. എന്ത്? ഭരതനും ശത്രുഘ്നും കാവിയാട ധരിച്ചു പോകുകയാണെന്നോ? എന്തൊക്കെയാണിത്? രാമനോട് തനിച്ചു വനവാസത്തിന് പോകാനാണ് കൈകേയിയോട് വരം ചോദിക്കാൻ പറഞ്ഞത്. ഭരതന്റെ ഈ പദ്ധതി കാണുമ്പോൾ അയോധ്യയിലെ രാജകുമാരന്മാർ എല്ലാവരും തന്നെ നേരെ വനവാസത്തിന് പോയിപ്പോകുമെന്നായല്ലോ. ഭരതനെ വനത്തിലേക്ക് വിടാതെ എങ്ങനെയെങ്കിലും ഒന്ന് തടഞ്ഞു നിർത്തണമല്ലോ. ആ എന്താ അമ്മേ, മഹാറാണി കൈകേയിയോട് കാര്യങ്ങൾ ധരിപ്പിച്ച് തന്റെ പുത്രനെ തടയാൻ പറഞ്ഞാലോ? ശരി തന്നെ. അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ധരിപ്പിച്ചെന്നും പറഞ്ഞ് എന്റെ നേരെ ചീറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതും കൂടി പറഞ്ഞാൽ കോപം കൊണ്ട് നാഗത്തെ പോലെ എന്റെ നേരെ ചീറ്റിക്കൊത്തി കൊന്നുകളയും. അങ്ങനെയാണെങ്കിൽ നടക്കുന്നത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ നോക്കിയിരിക്കാൻ പോവുകയാണോ? എടീ, വിധിയുടെ വഴിയിൽ നടക്കുന്നവൻ വേദാന്തി. ആ വിധിയെ തന്റെ വഴിക്ക് കൊണ്ടുവരുന്നവനല്ലേടി എന്തും സാധിക്കുന്ന പ്രായോഗികവാദി. ഞാനതിലേതായാലും 2ാം തരക്കാരിയാണ്. ആയതിനാൽ എങ്ങനെയും ഭരതനെ തടഞ്ഞു നിർത്തിയിട്ടേ അടങ്ങൂ. അയോധ്യയുടെ രാജമകുടത്തെ അവന്റെ തലയിൽ ചൂടിയിട്ടേ അടങ്ങുകയുള്ളൂ. ആരെക്കൊണ്ടാണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ പോകുന്നത്? ഭരതന്റെ പത്നി മാണ്ഡവിയെ പ്രേരിപ്പിച്ച് അവന്റെ പ്രയത്നം ഞാൻ തടയാൻ പോകുകയാണ്.